എന്താ ശാലിനിയുടെ തീരുമാനം? എത്ര നേരമെന്ന് വെച്ചാ എവിടെ ഇരിക്കുക? അല്ല, എവിടേക്കാ പോകേണ്ടത്? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ശിവം പൊയ്ക്കോ. ഞങ്ങള് കുറച്ചു കഴിഞ്ഞു പൊയ്ക്കോളാം. എങ്ങോട്ട്? കളക്ടർ ബംഗ്ലാവിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അവിടെ മെയിൻ്റെനൻസ് വർക്ക് കഴിയാൻ 2-3 മാസമാവുന്നല്ലേ പറഞ്ഞത്? അത് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും. ശിവനിരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ശിവൻ പൊയ്ക്കോ. എന്ത് എളുപ്പത്തിലാ ശാലിനി പറയുന്നത്? അത്ര എളുപ്പത്തിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് കുട്ടികൾ വലുതാ. അവരെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് പോകാനാവില്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുള്ളതാ ഞാൻ. ഇതുപോലുള്ള സിറ്റുവേഷൻസ് വന്നാലൊന്നും തളരില്ല ഞാൻ. നേരിട്ടല്ലേ പറ്റൂ. ആയിരിക്കാം, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ജീവിതം പഠിച്ചു വരുന്ന ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. പഠിക്കട്ടെ. എന്നെപ്പോലെ എന്റെ മക്കളും എല്ലാം നേരിടാൻ കഴിവുള്ളവരായിരിക്കണം. അപ്പോ ഇതൊരു കളരിയാണ്, ജീവിതം പഠിപ്പിക്കുന്ന ഒരു കളരി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ ഇവർക്ക് സ്കൂളിൽ പോണ്ടേ? രാവിലെ ഭക്ഷണം കഴിക്കണ്ടേ? നാളെ രാവിലെ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ രാത്രിയിൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണ്ടേ? വേണം. അതിനെന്തു വഴിയാ ശാലിനി ഇപ്പൊ കണ്ടിരിക്കുന്നത്? അത് കണ്ടെത്തണം. കണ്ടെത്താനുള്ള സമയം ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിനുള്ളിൽ ഈ ലൈറ്റുകളെല്ലാം അവർ ഓഫ് ചെയ്യും. എന്തിനാ ശാലിനി സ്വയം മുഖം മറയ്ക്കുന്നത്? ഇങ്ങനെ മുഖം മറച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല ശാലിനിക്ക് മുമ്പിലുള്ളത്. സത്യത്തിൽ എന്ത് വേണമെന്ന് എനിക്കറിയില്ല ശിവ. അല്ല, ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യട്ടെ? ഇന്നത്തെ ഈ രാത്രി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താം. എന്നങ്ങനെ ചെയ്യാം. ആ മോളെ, വാ, എഴുന്നേക്ക്. നമ്മള് വീട്ടിലേക്കാണോ പോകുന്നേ? അതെ, വീട്ടിലേക്കാ. വീട്ടിലേക്കെന്ന് പറഞ്ഞത് കളിയായിട്ട് പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ശാലിനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ശാലിനിക്കും കുട്ടികൾക്കും എന്റെ വീട്ടിൽ വന്ന് താമസിച്ചൂടെ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾക്ക് വേണ്ടി അവിടെ വന്ന് താമസിച്ചൂടെ എന്നാ ചോദിച്ചേ. അത് പിന്നെ ശിവ, അവിടെ എന്റെ അനിയത്തിയുണ്ട്, പിന്നെ സഹായത്തിന് റാണിയും അവളുടെ അമ്മയുണ്ട്. തൽക്കാലത്തേക്ക് മാത്രം മതി മറ്റൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് വരെ ഒരു ആശ്രയം. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. സമ്മതമാണെങ്കിൽ അങ്ങോട്ട് നമുക്കിപ്പോ പോവാം. സമ്മതമാണെങ്കിൽ മാത്രം.